ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിലുള്ള റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് വേണ്ട ചിക്കന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കനിലോട്ട് അല്പം വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് അല്പം ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം 2 വലിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് കൂടി ആഡ് ചെയ്തിട്ട് അല്പം ഉപ്പ് ഇട്ടിട്ട് ഒരു മീഡിയം ലെവലിൽ നമുക്ക് വഴറ്റിയെടുക്കാം. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാലയും പിന്നെ 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പച്ച സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ടുണ്ടാവുള്ളൂ. അതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ആവശ്യം. അത് ഞാൻ ചെറുതായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ചിക്കനും മസാലയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഉരുളക്കിഴങ്ങാണ്. നല്ലപോലെ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങിനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തരിയൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മസാല നമുക്ക് ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. വെറും 1 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അതിൽ കൂടുതൽ നേരം വെക്കരുത്, വെള്ളം അതിലിറങ്ങും കേട്ടോ. അപ്പോൾ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. പരത്തി കൊടുത്തു പറഞ്ഞാൽ നമ്മുടെ തീരെ ബ്രെഡൊന്നും പൊട്ടാണ്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല സിമ്പിൾ മെത്തേഡാണിത്. ട്രൈ ചെയ്യാത്തവരുണ്ട്, ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ഫില്ലിങ്സ് ബ്രെഡിൽ മൊത്തമായിട്ട് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്യുന്ന പോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ലൈറ്റായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ആ ഒരു മസാല കൊണ്ട് തന്നെ ബ്രെഡ് ഒട്ടിക്കിട്ടും. ആ മസാല വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ റോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുക്കിപ്പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ടയാണ് വേണ്ടത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് നല്ലപോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി മുട്ടയിൽ മുക്കിപ്പൊരിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഒരു 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും ചേർത്തിട്ട് മിക്സാക്കിയ ബാറ്ററിൽ നമുക്ക് ഇതുപോലെ മുക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാതും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് സ്റ്റോർ ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. സ്റ്റോർ ചെയ്യുന്നവർക്ക് ഇതുപോലെ ഒരു ഹെയർ ടൈറ്റ് ആയിട്ടുള്ള കവറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ ഇതൊരു പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ കവറിൽ നല്ലപോലെ തന്നെ സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ കവർ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ക്വാളിറ്റിയുള്ള കവർ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ആ ഒരു ഫ്രിഡ്ജിൽ വെച്ച് പറഞ്ഞാൽ വെള്ളമൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് ഞാൻ പിറ്റേ ദിവസം എടുത്ത് പൊരിക്കുന്നത് കാണിച്ചു തരാം. പിറ്റേ ദിവസം ഞാൻ പൊരിക്കുന്നതിന് മുന്നേ എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ചൂടായ എണ്ണയിലോട്ട് അങ്ങനെ ഓരോന്ന് ചേർത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണ ഒരു മീഡിയത്തിന് താഴെ വെച്ചിട്ട് പൊരിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി കരിഞ്ഞു പോകും. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മീഡിയത്തിന് കുറച്ച് താഴെ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അധികം എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ കിടിലൻ ഇഫ്താർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.